സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്നലെ കേരള PSC നടത്തിയ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പരീക്ഷയുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ലഭ്യമാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം, പെറ്റർലൂ കൂട്ടക്കൊല റഷ്യൻ വിപ്ലവം, ലോങ് മാർച്ച് ചൈനീസ് വിപ്ലവം, പാരീസ് ഉടമ്പടി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. തെറ്റായിട്ടുള്ളത് ചോദിച്ചിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. പെറ്റർലൂ കൂട്ടക്കൊല ഇംഗ്ലണ്ടുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത ചോദ്യം, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനം ഇരവിപേരൂർ ആണ്. ഓപ്ഷൻ സി ഇരവിപേരൂർ. 1947 തൃശ്ശൂരിൽ വെച്ച് നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ കെ കേളപ്പൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി. അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. ദേശീയ സമരകാലത്തെ പത്രങ്ങളും നേതാക്കളുമാണ് തന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ബംഗാളി സുരേന്ദ്രനാഥ ബാനർജി. വന്ദേ മാതരം ലാലാ ലജ്പത് റായ്. അമൃത് ബസാർ പത്രിക ശിരീർ കുമാർ ഘോഷ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജി. പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയ കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നത് കേരള ജ്യോതി, കേരള പ്രഭ, കേരള ശ്രീ, കേരള രത്നം എന്നിവയാണ്. ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരള രത്നം എന്നതാണ് കേരള പുരസ്കാരങ്ങളിൽ ഉൾപ്പെടാത്തത്. പാംലു എന്ന പ്രാചീന ഉപജീവന കൃഷി നിലനിൽക്കുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. മണിപ്പൂർ. മധ്യരേഖ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലം നിമിത്തം ധ്രുവീയ വാതകങ്ങൾ ഇരു അർദ്ധഗോളങ്ങളിലും കിഴക്ക് ദിക്കിൽ നിന്നാണ് വീശുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് 2 പ്രസ്താവനകളും ശരി, 2 പ്രസ്താവനകളും തെറ്റ്, ആദ്യത്തേത് മാത്രം ശരി, രണ്ടാമത്തേത് മാത്രം ശരി എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2 പ്രസ്താവനകളും ശരി. ഭൂവിനിയോഗത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ ഭൂവിവര സാങ്കേതിക വിദ്യയിൽ താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് അനുയോജ്യം? ഓപ്ഷൻ ഡി ഓവർലേ വിശകലനം. രചന ദോബ് സ്ഥിതി ചെയ്യുന്നത് രവി ചിനാബ് നദികൾക്കിടയിൽ. ഓപ്ഷൻ ബി. തപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം. തപ്തി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്നത് ഓപ്ഷൻ ഡി സൂററ്റ്. കൊങ്കൺ റെയിൽപാതയിലെ ദൈർഘ്യമേറിയ തുരങ്കം കാർബുഡയാണ്. ഓപ്ഷൻ എ കാർബുഡെ. ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി? 2ാം പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ബി ആണ്. PC മഹല്ലാനോബിസ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിലെ മാറ്റമാണ് ഉപഭോക്തൃ വില സൂചിക സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ആണ് ചില്ലറ വില. സെൻസെക്സ് എന്നത് ഡാഷിന് ഉപയോഗപ്രദമായ വഴികാട്ടിയാണ്. സെൻസെക്സ്. നിക്ഷേപം. ചെറുകിട വ്യവസായങ്ങളെക്കുറിച്ച് പഠിക്കാൻ 1955 നിയോഗിക്കപ്പെട്ട കമ്മിറ്റി കാർവേ കമ്മിറ്റി. WTO സ്ഥാപിതമായ വർഷം? WTO 1995 ആണ്. ഇന്ത്യയിൽ പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. 2023 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2023 ഇന്ത്യയുടെ സ്ഥാനം 111 ആണ്. ഓപ്ഷൻ ബി 111. താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഏതെല്ലാം?
പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികൾ ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 1, 3, 4 എന്നിവയാണ്. തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി. ഭരണഘടനയിൽ സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പാർലമെന്റിലെയും നിയമസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിയമസഭാ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരെല്ലാം? ഇവിടെ തന്നിരിക്കുന്നത് വക്കം പുരുഷോത്തമൻ, കെ മുരളീധരൻ, പി ശ്രീരാമകൃഷ്ണൻ, സി രവീന്ദ്രനാഥ് എന്നിവയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉമാണ് ശരി. വക്കം പുരുഷോത്തമൻ, പി ശ്രീരാമകൃഷ്ണൻ. അടുത്ത ചോദ്യം, പൗരത്വ നിയമം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് പാർട്ടിലാണ്? ഓപ്ഷൻ ബി പാർട്ട് 2 പൗരത്വ നിയമം. താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത്? തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കാം. അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. കേരളത്തിൽ നിന്ന് 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി. 1 തെറ്റ്, 2ഉം 3ഉം ശരി എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട BJPയുടെ ആദ്യ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. അദ്ദേഹം ആദ്യമായാണ് പാർലമെന്റിൽ അംഗമാകുന്നത്. മുകളിൽ പറയുന്ന പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തി ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1 ശരി, 2 തെറ്റ്. പൊതുഭരണവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? പൊതുഭരണം എന്നാൽ ഗവൺമെന്റ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ്. ഗവൺമെന്റിനെതിരെ ഗവൺമെന്റിതര സ്ഥാപനങ്ങളെല്ലാം പൊതുഭരണത്തിന്റെ ഭാഗമാണ്. ജനക്ഷേമം മുൻനിർത്തിയാണ് പൊതുഭരണ സംവിധാനം പ്രവർത്തിക്കുന്നത്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഓൺലി 1 and 3. അടുത്ത ചോദ്യം, സംസ്ഥാന സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സെയിൽസ് ടാക്സ് ഓഫീസർ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൾ ഓഫ് ദി എബവ്. മുകളിൽ തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. സംസ്ഥാന വിജിലൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നു. വിജിലൻസ് കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ഹൈക്കോടതിയാണ്. വിജിലൻസ് കമ്മീഷന്റെ തലവൻ വിജിലൻസ് കമ്മീഷണർ ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 3. കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ പോലീസ് സർവീസ് ഒരു ഉദാഹരണമാണ്. കേന്ദ്ര ഗവൺമെന്റിന് മാത്രം അധികാരമുള്ള ഭരണ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒരു ഉദാഹരണമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓൺലി 2 and 3. അടുത്ത ചോദ്യം, അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ജനങ്ങളെ സാക്ഷരരാക്കുക എന്നത് ഇതിൻ്റെ ലക്ഷ്യമാണ്. ഇന്റർനെറ്റ്, ഇലക്ട്രോണിക്സ് സാങ്കേതിക വിദ്യയിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം. ഗവേണൻസിലൂടെ ഗവൺമെന്റ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കുന്ന സംരംഭമാണിത്. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 32ാമത്തെ ചോദ്യം, വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വിവരാവകാശ കമ്മീഷന് കേന്ദ്ര തലത്തിൽ മാത്രമാണ് രൂപം നൽകിയിട്ടുള്ളത്.
കേന്ദ്ര തലത്തിലും സംസ്ഥാന തലത്തിലും വിവരാവകാശ കമ്മീഷന് രൂപം നൽകിയിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കമ്മീഷന്റെ അധിപൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി 2 and 3 ആണ്. ചുവടെ ചേർക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. സംസ്ഥാന തലത്തിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുകയാണ് ഇവയുടെ ധർമ്മം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൾ ഓഫ് ദി എബവ് ആണ്. മുകളിൽ പറഞ്ഞിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ഏതാണ്? ഓപ്ഷൻ ബി സെറിബെല്ലം. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ടൈഫോയിഡ്. ശരീരത്തിന് ആവശ്യമായ ഊർജത്തിൻ്റെ പ്രാഥമിക ഉറവിടം ഏതാണ്? കാർബോഹൈഡ്രേറ്റ് ആണ്. ഓപ്ഷൻ എ കാർബോഹൈഡ്രേറ്റ്. ഇൻസുലിൻ ഹോർമോണുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കാം. ഇൻസുലിൻ പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് സ്രവിക്കുന്നത്. ഇൻസുലിൻ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. ഇൻസുലിൻ്റെ അഭാവം പ്രമേഹത്തിന് കാരണമാകുന്നു. ശരിയായത് ഏത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3 മാത്രം. താഴെ തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏത്? തന്നിരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, മീഥൈൽ, നൈട്രസ് ഓക്സൈഡ്. ഓപ്ഷൻ ബി ഓക്സിജൻ. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ഇവിടെ തന്നിരിക്കുന്നു ജീവകം എ സിറോഫ്താൽമിയ, ജീവകം ഡി റിക്കറ്റ്സ്, ജീവകം B1 പെലാഗ്ര, ജീവകം സി സ്കർവി. ഉത്തരം ഓപ്ഷൻ സി ആണ്. ജീവകം B1 പെലാഗ്ര എന്ന് തന്നിരിക്കുന്നതാണ് തെറ്റായിട്ടുള്ള അപര്യാപ്തത രോഗം. വിറ്റാമിൻ B3യുടെ അപര്യാപ്തത രോഗമാണ് പെലാഗ്ര. വെസ്റ്റ് നൈൽ പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? വെസ്റ്റ് നൈൽ. ഓപ്ഷൻ എ വൈറസ്. സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് ജനസൗഹാർദ്ദ ആശുപത്രികൾ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്ത കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ഓപ്ഷൻ ഡി ആർദ്രം. അടുത്ത ചോദ്യം. ഒരാൾ എയിൽ നിന്ന് പുറപ്പെട്ട് 4 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച ശേഷം വലത്തേക്ക് ലംബമായി തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ച് ബിയിലെത്തുന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എത്ര? ഓപ്ഷൻ സി 5 കിലോമീറ്റർ. ഒരു നിശ്ചിത പ്രവേഗത്തിൽ മതിലിന്മേൽ പതിക്കുന്ന ഒരു പന്തിനെ പരിഗണിക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? പ്രവർത്തനവും പ്രതിപ്രവർത്തനവും പരസ്പരം നിർവീര്യമാക്കുന്നു. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമായിരിക്കും. ഓപ്ഷൻ സി 1, 2 എന്നിവയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ സി. പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു കിലോവാട്ട് അവർ, വാട്ട്, ജൂൾ പെർ സെക്കൻഡ്, ഹോഴ്സ് പവർ. പവറിൻ്റെ യൂണിറ്റ് അല്ലാത്തത് കിലോവാട്ട് അവർ. നാസ ഗോയ്സ്-യു ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം. നാസ GOES-U ഉപഗ്രഹത്തിൻ്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ഓപ്ഷൻ എ പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലെ ഭൂമിയുടെ കാലാവസ്ഥ, പരിസ്ഥിതി എന്നിവയുടെ പര്യവേക്ഷണം. കേരളത്തിലെ ഡീസൽ അധിഷ്ഠിത താപവൈദ്യുത നിലയങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി 1, 2. ബ്രഹ്മപുരം, കോഴിക്കോട്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് മൂലകമാണ് ബാബിറ്റ് മെറ്റൽ എന്ന ലോഹസംഗ്രഹത്തിൽ അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ ബി ആണ് ആൻറ്റിമണി.
റീഗൽ വാട്ടർ എന്നറിയപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? റീഗൽ വാട്ടർ. ഓപ്ഷൻ എ നൈട്രിക് ആസിഡ് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ്? സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഓസ്മിയമാണ്. ഓസ്മിയം. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ് സ്ഥാപിതമായത് എവിടെയാണ്? ഹൈദരാബാദാണ്. ലോക ശാസ്ത്ര ദിനം ആചരിക്കുന്നത് എന്നാണ്? നവംബർ 10. ലോക ശാസ്ത്ര ദിനം. കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്ര നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. കുഴി വെട്ടിമൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. ഈ വരികൾ ആര് എഴുതിയതാണ്? ഇടശ്ശേരിയുടേതാണ്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച കളിക്കാരൻ ആരാണ്? ഓപ്ഷൻ ബി സുനിൽ ഛേത്രി. ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഏത്? ലക്ഷണയുക്തമായ ആദ്യത്തെ മലയാള നോവൽ ഇന്ദുലേഖ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? SK വസന്തൻ. 2023. അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം. ഇതാരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ ആണ് MT വാസുദേവൻ നായർ. മട്ടന്നൂർ ശങ്കരൻകുട്ടി താഴെ പറയുന്നവയിൽ ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി ആണ് ചെണ്ട. ഇനി പറയുന്നവയിൽ ഏതാണ് വോളറ്റൈൽ മെമ്മറി? ഓപ്ഷൻ എ റാം. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന്റെ പ്രാഥമിക പ്രവർത്തനം എന്താണ്? ഓപ്ഷൻ സി സംഖ്യാ ഡാറ്റയും കണക്കുകൂട്ടലും സൃഷ്ടിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ മുമ്പ് അറിയപ്പെട്ടിരുന്ന ഫേസ്ബുക്കിന്റെ പുതിയ പേര് മെറ്റ. ഇനി പറയുന്ന നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? റൂട്ടറാണ്. ഓപ്ഷൻ ഡി റൂട്ടർ. ഏത് മാൽവെയർ ആണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? റാൻസം വെയർ. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? തന്നിരിക്കുന്നു. മകൾക്ക് രണ്ടാനമ്മയ്ക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാവുന്നതാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർത്തൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. സഹോദരിക്ക് സഹോദരനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാവുന്നതാണ്. ഇതിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തേതാണ് ശരിയല്ലാത്തത്. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം? ഓപ്ഷൻ എ ആണ് 1993. ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ? ഓപ്ഷൻ സി ആണ് ഉത്തരം. മിനിമം 7 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനുള്ള പിഴ എത്രയാണ്? ഓപ്ഷൻ എ ആണ് 10 ലക്ഷം രൂപ വരെ. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി എന്ന് പറയുന്നത് 48 മണിക്കൂറാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ ആരാണ്? ഉത്തരം തന്നിരിക്കുന്നത് രേഖ ശർമ്മയാണ്. രേഖ ശർമ്മ ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ കിഷോർ റഹത്കർ ആണ്. രേഖ ശർമ്മ തൊട്ട് മുമ്പുള്ളതായിരുന്നു. PSC ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. വിവാഹ സമാനമായ ബന്ധത്തിൽ കഴിയുന്ന സ്ത്രീകൾക്ക് പുരുഷ പങ്കാളിയുടെ വീട്ടിൽ താമസിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമം? ഗാർഹിക പീഡന നിയമം. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 71ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് 4:3. 72 ഉത്തരം ഓപ്ഷൻ ഡി 45. 73ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് 60.
74. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 38. 75-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ് 1275. 76 ഉത്തരം ഓപ്ഷൻ സി 5.4. 77-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ് 5. 78 ഓപ്ഷൻ എ. 79-ാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരം 8. 80-ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി -62. ഇനി വരുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. മിസ്റ്റർ ഗോപാൽ അക്കംപനൈഡ് ബൈ ഹിസ് 2 managers dash leaving for London. Option B is, if you work with confidence, you will succeed. Richard refused to accept the free ride because he has dash honorable man. And the registrar of the university said that the students dash in 85% attendance to be eligible to appear the examination. Option A ആണ് ഉത്തരം should. They hardly remember anything dash. Do they? As little Albert could not dash his nagging grandmother, he decided to leave home. Option B put up with. If your team dash again, you will be out of the competition. Lose. Option B. Pick out the antonym of the word clear from the following. Option A ആണ് ഉത്തരം murky. The students found the project to be dash because it was very easy. Option A piece of cake. Substitute the underlined phrase with any of the following words. Hitler believed himself to be all powerful. All powerful. Option C ആണ് ഉത്തരം omnipotent. ഇനി വരുന്നത് മലയാളം ചോദ്യങ്ങളാണ്. താഴെ കൊടുത്തവയിൽ മകൻ എന്ന പദത്തിൻ്റെ അലിംഗ ബഹുവചനം ഏത്? ഓപ്ഷൻ ബി ആണ് മക്കൾ. മലയാളത്തിൻ്റെ എഴുത്ത് രീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പിക്കുവാനുള്ള ശാന്തവും സത്ഫലവുമായ ഒരേ ഒരു ഉപായം ഖാദിയല്ലാതെ വേറെ ഒന്നില്ല. അടുത്തത്, താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നത് ഈ 2 വീതം, ഈ 2 എന്നിവയാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 2 മാത്രം ശരിയാണ്. നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം ഏതാണ്? കഷ്ടപ്പെടുക. താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3 എന്നിവ മാത്രം ശരിയാണ്. അടുത്ത ചോദ്യം, ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചിത് പ്ലസ് മയം. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. അർദ്ധവിരാമം രോധിനി, അപൂർണ വിരാമം ഭിത്തിക, പൂർണ്ണവിരാമം ബിന്ദു, അല്പവിരാമം അങ്കുശം. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി ഓപ്ഷൻ ഡി ആണ്. കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക. ഓപ്ഷൻ സി. അവസാനത്തെ ചോദ്യം, മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തുക. ഓപ്ഷൻ ഡി മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയത്. ഈ ഉത്തരങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്